പേരുകൊണ്ട് വ്യത്യസ്തമായ ഒരു ഹോട്ടലുണ്ട് അങ്ങ് പത്തനംതിട്ടയിൽ. പേര് മാത്രമല്ല, ഈ ഹോട്ടലിലെ വിഭവങ്ങളും വ്യത്യസ്തമാണ്. 50 വർഷം പഴക്കമുള്ള ഈ ഹോട്ടലിന്റെ വിശേഷങ്ങൾ കാണാം. ഹോട്ടലുകൾക്ക് വ്യത്യസ്തമായ പല പേരുകളും ഇടാറുണ്ട്. പത്തനംതിട്ട റാന്നിക്ക് സമീപം മേക്കിഴൂർ എന്ന സ്ഥലത്തൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ പേര് അല്പം വ്യത്യസ്തമാണ്. അതിൻ്റെ നെയിം ബോർഡ് ഞാനൊന്ന് കാണിച്ചു തരാം. ഹോട്ടൽ തൊഴിലാളി. തൊഴിലാളി എന്നുള്ള പേര് എന്തുകൊണ്ടായിരിക്കാം ഈ ഹോട്ടലിന് ഇട്ടത്? അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ചില സത്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഹോട്ടൽ നടത്തുന്ന ആളോട് തന്നെ നമുക്ക് വിവരങ്ങളും ഒപ്പം തന്നെ ഈ ഹോട്ടലിലെ സ്പെഷ്യൽ വിഭവങ്ങൾ എന്തെല്ലാമാണെന്നും ചോദിച്ചറിയാം. പത്തനംതിട്ട മേക്കഴൂരിലെ തൊഴിലാളി ഹോട്ടലിലെ അടുക്കളയിൽ രാധേച്ചി മോരുകറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. തൊഴിലാളി ഹോട്ടലിലെ മോരുകറി പ്രസിദ്ധമാണ്. മോരുകറിയുടെ കൂട്ട് എന്തെല്ലാമായിരിക്കും? രാധേച്ചി പറഞ്ഞു തരും. വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില, ചുമന്നുള്ളി എല്ലാം അരിഞ്ഞ കടുക് വറുത്തിട്ട് ഉലുവായും കടുകും കൂടി ഇട്ട് വറക്കും. എന്നിട്ട് അതിനകത്ത് ഉള്ളി എല്ലാം ഇട്ട് മൂപ്പിച്ചിട്ട് മോരൊഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് കറിയാക്കും. രാധേച്ചിയുടെ ഭർത്താവ് രവിച്ചേട്ടന്റെ അമ്മ ജാനകി കർഷക തൊഴിലാളിയായിരുന്നു. ജാനകിയമ്മയാണ് മകന്റെ ഹോട്ടലിന് തൊഴിലാളി എന്ന പേരിട്ടത്. ഹോട്ടലുള്ള കാലത്തോളം ഈ പേർ മാറ്റില്ലെന്ന് രവിച്ചേട്ടൻ പറയുന്നു. തൊഴിലാളി എന്ന് പേരിടാൻ കാരണം, ഞാനിങ്ങനെ ഹോട്ടൽ തുടങ്ങാൻ നേരത്തെ എൻ്റെ അമ്മയോട് ചോദിച്ചു. അമ്മയൊരു കർഷക തൊഴിലാളിയായിരുന്നു. അമ്മ എന്തോ നമുക്ക് പേരിടണമെന്ന് ചോദിച്ചപ്പോഴേ അമ്മ ഇങ്ങനെ 2 ദിവസം കൊണ്ട് ആലോചിച്ച ഒടുവിൽ ഒരു തീരുമാനമെടുത്ത് ഇങ്ങനെ തൊഴിലാളി എന്ന് ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആകമാനം ചിന്തിച്ചപ്പോൾ നമ്മുടെ ഈ ജില്ലയിലൊക്കെ തൊഴിലാളി ഹോട്ടൽ എന്നൊരു പ്രസ്ഥാനം ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റിയാണെന്ന് വിചാരിച്ചു, ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതുവരെയും നിലനിന്നുകൊണ്ടിരിക്കുക. 50 വർഷമായി ഈ കട നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഹോട്ടലിലെ മേശപ്പുറത്ത് ശുദ്ധമായ കറിവേപ്പിലയുണ്ട്. വീടിന്റെ തൊടിയിൽ വളർത്തുന്ന കറിവേപ്പില മാത്രമേ ഇവിടെ പാചകത്തിന് ഉപയോഗിക്കൂ. ഭക്ഷണവും ഏറെ രുചികരമെന്ന് ഹോട്ടലിൽ എത്തുന്നവർ പറയുന്നു. നമ്മൾ വീട്ടിൽ വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ വൈഫ് അല്ലെങ്കിൽ നമ്മുടെ അമ്മച്ചിമാർ ഉണ്ടാക്കി തരുന്ന അതേ രുചിയിലാണ് ഇവിടുത്തെ ഭക്ഷണം. ഇത് കഴിക്കാനായിട്ട് തന്നെ റാന്നി കോടതിയിലെയും പത്തനംതിട്ട കോടതിയിലെയും അഡ്വക്കേറ്റ്സ് ഇവിടെ വരാറുണ്ട്, ഇത് കഴിക്കാറുണ്ട്. ഞാനും ഇപ്പോൾ ഇത് കഴിക്കാൻ 2.5 കിലോമീറ്റർ ദൂരെ ഞാൻ വന്നതാണ്. ഞാൻ ഇവിടെ സ്ഥിരത്തെ ഒരു കസ്റ്റമറാണ്. ഇവിടെ പണിക്ക് വരുമ്പോഴേക്ക് ഇവിടെ കഴിക്കുന്നത് കുഴപ്പമില്ല, നല്ല ഊണം. ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഇവിടെ ഊണ് വരുന്നു, അടിപൊളി ഊണല്ലേ, വീട്ടിൽ കഴിക്കുന്ന തന്നെ. രവിച്ചേട്ടനും രാധേച്ചിയും 2 പെൺമക്കളെ പഠിപ്പിച്ചതും വിവാഹം നടത്തിയതുമെല്ലാം തൊഴിലാളി ഹോട്ടലിലെ വരുമാനം കൊണ്ടാണ്. ഭക്ഷണത്തിന്റെ രുചിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ രവിയേട്ടന്റെ മറുപടി ഇതായിരുന്നു. സാമ്പാറിന് കായം എന്ന് പറയുമ്പോൾ കായമാണെന്നല്ല സാമ്പാറിൻ്റെ മേമ്പടി എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കറിക്കും ഒരു ശാലം കരിയാപ്പിലയുണ്ടെങ്കിൽ അതിനൊരു ഇതുണ്ടാവും. അതാണ്. 50 വർഷം പിന്നിട്ടിട്ടും തൊഴിലാളി ഹോട്ടലിന്റെ വിജയഗാഥ തുടരുകയാണ്. ഹോട്ടലിന്റെ പേരിലല്ല കാര്യം, നൽകുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റിക്കാണ് പ്രാധാന്യമെന്ന് രവിച്ചേട്ടനും രാധേച്ചിയും പറയുന്നു. പേരുകൊണ്ട് വ്യത്യസ്തമായ രവിച്ചേട്ടന്റെ ഹോട്ടൽ തൊഴിലാളിയിൽ ധാരാളം ആളുകളാണ് ഭക്ഷണം കഴിക്കാനായി എത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.